നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി നമ്മുടെ കരിയർ ഇല്ലാതായി പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ എത്ര കാര്യമായി ചെയ്തിട്ടും സാമ്പത്തികമായി തകരുന്ന അവസ്ഥ. ഈ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് ലൈഫിൽ വിജയിച്ച് നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കുന്നതിനായി സംഖ്യാശാസ്ത്ര പ്രകാരം ചില ആളുകൾ പേരുകളിൽ മാറ്റം വരുത്താറുണ്ട്. വ്യക്തമായില്ലേ? കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, മനുഷ്യ ജീവിതത്തിൽ സംഖ്യകൾ ചെലുത്തുന്ന സ്വാധീനത്തെ അടയാളപ്പെടുത്തുന്ന വിപുലമായ മേഖലയാണ് ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രം. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപൂജ്യം. സംഖ്യാശാസ്ത്രം പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവിത വിജയം ഓരോ സംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സംഖ്യകൾക്ക് ചില അക്ഷരങ്ങളുമായി ബന്ധമുണ്ട്. അത് കൃത്യമായി ഉപയോഗിച്ചാൽ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ചിലർ ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. വേറെ ചിലർ പറയുന്നത് സിനിമയിലെ ഒരുപാട് നടീനടന്മാർ അവരുടെ കരിയറിൽ വിജയം കണ്ടെത്തുന്നതിന് വേണ്ടി തങ്ങളുടെ പേരുകളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ നടീനടന്മാർ ആരൊക്കെയാണെന്നും സംഖ്യാശാസ്ത്ര പ്രകാരം അവർ പേരുകളിൽ എങ്ങനെയൊക്കെയാണ് മാറ്റം വരുത്തിയതെന്നുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പതിവ് പോലെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ദിലീപ്. മലയാള സിനിമയിലെ ജനപ്രിയ നായകനാണ് ദിലീപ്. ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടി, മോഹൻലാലിനേക്കാളും കൂടുതൽ ഹിറ്റുകൾ ദിലീപിനുണ്ടായിരുന്നു. പിന്നീട് ഒരു സമയമായപ്പോൾ ദിലീപിന്റെ അവസ്ഥ വളരെ ശോകമായി പോയി. സിനിമകളൊന്നും തന്നെ കാര്യമായി വിജയിക്കുന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് ദിലീപ് ന്യൂമറോളജി അനുസരിച്ച് തന്റെ പേരിൽ ഒരു മാറ്റം വരുത്തിയത്. 2021 നാദിർഷ സംവിധാനം ചെയ്ത കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമയിലെ ദിലീപിന്റെ പേരൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഐ എന്ന അക്ഷരം പേരിന്റെ കൂടെ ദിലീപ് ചേർത്തിട്ടുണ്ട്. സംഖ്യാശാസ്ത്രം പറയുന്നതനുസരിച്ച് ഐ എന്ന ആൽഫബറ്റ് വൈവിധ്യം അഥവാ പ്രത്യേകതയെ സൂചിപ്പിക്കുന്നു. കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒരുപാട് വർഷങ്ങളായി സിനിമയിൽ ഉണ്ടായിട്ടും നാദിർഷ തന്റെ ഉറ്റ സുഹൃത്തായ ദിലീപിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് കേശു ഈ വീടിന്റെ നാഥൻ. ഇനി മറ്റൊരു പ്രത്യേകതയാണ് ഉർവശിയും ദിലീപും ജോഡികളായി അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമ എന്നുള്ളത്. അതുമാത്രമല്ല, ദിലീപ് ഇതുവരെ ചെയ്യാത്ത ഒരു മേക്ക് ഓവറാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംഖ്യാശാസ്ത്ര പ്രകാരം യൂണീക്ക്നെസ് അഥവാ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്ന ഐ എന്ന ആൽഫബറ്റ് ദിലീപ് പേരിനോട് കൂടെ ചേർക്കുന്നു. എന്നാൽ ദിലീപും നാദിർഷായും ചെറുപ്പത്തിൽ ഒരുമിച്ച് പാരഡി പരിപാടികൾ ചെയ്യുന്ന സമയത്ത് ദിലീപിന്റെ പേരിൽ 2 ഐ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ് തന്റെ സിനിമയിൽ ദിലീപിന്റെ പേരിൽ മാറ്റം വരുത്തിയതെന്ന് നാദിർഷ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ന്യൂമറോളജി അനുസരിച്ച് കരിയറിന്റെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന ദിലീപിന് സക്സസിന് വേണ്ടി പേര് മാറ്റിയതാണെന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത്. മമ്മൂട്ടി. ലോക സിനിമ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ തന്നെയാണ് മമ്മൂട്ടി. 70കളുടെ തുടക്കത്തിലും അദ്ദേഹത്തിന്റെ കരിയർ പീക്ക് ചെയ്ത് പോകുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം മമ്മൂട്ടിയുടെ ഫേവറേറ്റ് നമ്പറാണ് 369 എന്ന്. അദ്ദേഹത്തിന്റെ എല്ലാ വണ്ടികളുടെ നമ്പർ പ്ലേറ്റുകളും ഈ നമ്പർ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം 369 എന്ന നമ്പർ ഭാഗ്യ നമ്പറായി തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 369 എന്നത് ടെസ്ല കോഡാണ്. അത് പറയുന്നതനുസരിച്ച് പ്രകൃതിയുടെ പവർ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ പവർ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തികൾ ഈ നമ്പർ ഉപയോഗിച്ചാൽ അവർക്ക് ഭാഗ്യം വരുമെന്നാണ്. എന്നാൽ മമ്മൂട്ടി ഉപയോഗിക്കുന്ന 369 എന്ന നമ്പർ വെറും ടെസ്ല കോഡ് മാത്രമല്ല, അതിന് മമ്മൂട്ടി എന്ന പേരുമായും സംഖ്യാശാസ്ത്രമായും ഒരു ചെറിയ ബന്ധമുണ്ട്. ഞാൻ തുറന്നു പറയാം. ന്യൂമറോളജിയിൽ 3, 6, 9നെ 3 തിരിക്കാം. 3 എന്നാൽ ജുപ്പിറ്റർ അഥവാ വ്യാഴം. വ്യാഴത്തെ ഗുരുവായി കണക്കാക്കുന്നുണ്ട്. 6 എന്നാൽ മെർക്കുറി അഥവാ ശുക്രൻ. ശുക്രനെ അസുരന്മാരുടെ ഗുരുവായി കണക്കാക്കുന്നുണ്ട്. 9 എന്നാൽ മാർസ് അഥവാ ചൊവ്വ. ചൊവ്വ എന്നാൽ മംഗള അഥവാ യുദ്ധം ചെയ്യുന്നവൻ, പോരാടുന്നവൻ എന്നർത്ഥമുള്ള കാർത്തികേയനെ പ്രതിനിധാനം ചെയ്യുന്നു. കാർത്തികേയൻ യുദ്ധങ്ങളുടെ ദൈവമാണ്. ഇനി 369നെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. 3 6 കൂട്ടിയാൽ 9 കിട്ടും. ഇനി മിച്ചമുള്ള 9 9 കൂട്ടിയാൽ 18 കിട്ടും. 18ലെ 1 8 കൂട്ടിയാൽ 9 കിട്ടും. ഇതിൽ പൊതുവായി കിട്ടുന്ന 9 എന്ന സംഖ്യ ആയതുകൊണ്ട് 369 ഒരു ഭാഗ്യ നമ്പറായി വിശ്വസിക്കുന്നു. 369 എന്ന നമ്പർ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭാഗ്യം കിട്ടണമെന്നില്ല. ചിലർക്കത് നെഗറ്റീവ് പവർ ആകും, ചിലർക്ക് പോസിറ്റീവ് പവർ ആകും. അതിലടങ്ങിയിരിക്കുന്ന പോസിറ്റീവ് എനർജിയുടെ മൂല്യം അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മാത്രമല്ല, കാലഡിയൻ ന്യൂമറോളജി അനുസരിച്ച് നോക്കുമ്പോൾ 369 ഒരു ഭാഗ്യ നമ്പർ തന്നെയാണ്. അതുമാത്രമല്ല, പൈതഗോറിയൻ ന്യൂമറോളജി അനുസരിച്ച് ഓരോ അക്ഷരത്തിനും ഓരോ നമ്പറുണ്ട്. അത് ഒരു വ്യക്തിയുടെ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പൈതഗോറിയൻ സംഖ്യാശാസ്ത്രം അനുസരിച്ച് മമ്മൂട്ടി എന്ന പേരിലെ ഓരോ അക്ഷരങ്ങളുടെയും വാല്യൂ കൂട്ടി നോക്കുമ്പോൾ 36 എന്ന് കിട്ടും. 36ലെ 3 6 കൂട്ടുമ്പോൾ 9 കിട്ടും. അങ്ങനെ മമ്മൂട്ടി എന്ന പേരിന് ഒരുപാട് സംഖ്യാശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ 3 6 9 എന്ന സംഖ്യ എന്തുകൊണ്ടും കൃത്യമായി യോജിച്ചതാണ്. അതുകൊണ്ട് മമ്മൂട്ടിക്ക് പോസിറ്റീവ് പവർ കൊടുക്കുന്ന 3 6 9 എന്ന നമ്പർ അദ്ദേഹത്തിന്റെ ഭാഗ്യ നമ്പറായി അദ്ദേഹം ഉപയോഗിക്കുന്നു. ജോഷി. മലയാള സിനിമയിലെ ഹിറ്റ് മേക്കറാണ് ജോഷി.
വലിയ ക്യാൻവാസിലുള്ള ആക്ഷൻ സിനിമകളായിരുന്നു ജോഷി ചെയ്തിരുന്നത്. ഒരുപാട് വർഷക്കാലം സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ജോഷിയുടെ 2 ബിഗ് ബജറ്റ് സിനിമകൾ ഒരേ വർഷത്തിൽ ഫ്ലോപ്പായി പോകുന്നു. 2001 പുറത്തിറങ്ങിയ ദുബായ്, പ്രജ എന്നീ വലിയ സിനിമകൾ ഫ്ലോപ്പായത് ജോഷിയെ മാനസികമായി തളർത്തി. കരിയറിൽ വീണ്ടും വിജയം ആവർത്തിക്കുന്നതിനു വേണ്ടി സംഖ്യാശാസ്ത്ര പ്രകാരം ജോഷി തന്റെ പേരിൽ മാറ്റം വരുത്തുന്നു. ജോഷി എന്ന പേരിന്റെ കൂടെ വൈ എന്ന അക്ഷരം അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാൽഡിയൻ ന്യൂമറോളജി അനുസരിച്ച് വൈ എന്നത് 1 എന്ന അക്കത്തെ സൂചിപ്പിക്കുന്നു. ശാസ്ത്രമനുസരിച്ച് 1 സൂര്യനെ അർത്ഥമാക്കുന്നു. സൂര്യൻ അഥവാ ശക്തിയുള്ള 1. വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വ്യക്തികൾക്കാണ് സാധാരണ ഇത് യോജിക്കുന്നത്. ജോഷി എന്ന ഹിറ്റ് മേക്കർ സംവിധായകന് കാൽഡിയൻ ന്യൂമറോളജി അനുസരിച്ച് വൈ എന്ന ആൽഫബറ്റ് എന്തുകൊണ്ടും യോജിച്ചതായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പേരിന്റെ കൂടെ വൈ എന്ന ആൽഫബറ്റ് കൂട്ടിച്ചേർത്തത്. 2004 പുറത്തിറങ്ങിയ റൺവേ എന്ന സിനിമ മുതലാണ് അദ്ദേഹം പേരിൽ മാറ്റം വരുത്തിയത്. അതുകൊണ്ട് തന്നെ റൺവേ വലിയ ഹിറ്റ് ആവുകയും ചെയ്തു. അതിനുശേഷം ജോഷി സംവിധാനം ചെയ്ത 19 സിനിമകളിലും അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ വൈ എന്ന ആൽഫബറ്റ് ഉണ്ട്. എന്താല്ലേ? ചിരഞ്ജീവി. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി 1 കോടി രൂപ റെമ്യൂണറേഷനായി വാങ്ങിയ വ്യക്തിയാണ് തെലുഗു മെഗാസ്റ്റാറായ ചിരഞ്ജീവി. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഹിറ്റുകൾ നൽകി പിന്നീട് കുറച്ചു കാലത്തേക്ക് സിനിമയിൽ നിന്നും ചിരഞ്ജീവി മാറി നിന്നിരുന്നു. 2006 പുറത്തിറങ്ങിയ സ്റ്റാലിൻ എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഹിറ്റ്. അത് പിന്നീട് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ 2006 ശേഷം 9 വർഷമായി ചിരഞ്ജീവി സിനിമയിൽ ആക്റ്റീവ് ആയിരുന്നില്ല. അതിനിടയിൽ ചില സിനിമകളിൽ ചിരഞ്ജീവിയുടെ ഫുട്ടേജുകൾ ഉപയോഗിക്കുകയും ചില സിനിമകളിൽ ക്യാമിയോ, ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് മാത്രമാണ് ചിരഞ്ജീവി വന്നിട്ടുള്ളൂ. 2017 അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് എന്ന രീതിയിൽ കത്തിയുടെ റീമേക്കായ കൈദി 150 എന്ന സിനിമ അദ്ദേഹം അഭിനയിച്ചു. പക്ഷെ അത് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. പിന്നീട് വന്ന സൈറ നരസിംഹ റെഡ്ഡി, ആചാര്യ എന്നിവയെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. എന്നാൽ തുടരെയുള്ള പരാജയങ്ങളെ അതിജീവിച്ച് കരിയറിൽ സക്സസ് ആവുന്നതിന് വേണ്ടി 2023 ലൂസിഫറിന്റെ റീമേക്കായ ഗോഡ് ഫാദർ എന്ന സിനിമ, എന്നാൽ ആ സിനിമയുടെ ആദ്യത്തെ ടീസറിൽ ചിരഞ്ജീവി എന്ന പേരിൽ ചെറിയ മാറ്റം വരുത്തിയതായി കാണാം. ചിരഞ്ജീവി എന്ന പേരിൽ ഒരു ഇ അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഖ്യാ ജ്യോതിഷത്തിൽ ഒരുപാട് വിശ്വാസമുള്ള ചിരഞ്ജീവി ന്യൂമറോളജി അനുസരിച്ച് കരിയർ ഗ്രോത്തിന് വേണ്ടിയാണ് പേരിൽ ഇങ്ങനൊരു മാറ്റം ചെയ്തത്. ഒരുപക്ഷെ ഇനി ചിരഞ്ജീവിയുടെ വരാൻ പോകുന്ന സിനിമകളിലും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇ കൂടുതലുള്ളതായി കാണപ്പെട്ടേക്കാം. ലെന. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ക്യാരക്ടർ ആക്ടറിൽ ഒരാളാണ് ലെന. ഒരുപാട് വർഷത്തെ തന്റെ കരിയറിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ലെന ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അതിലൊന്നായിരുന്നു തന്റെ പേരിൽ മാറ്റം വരുത്തുക എന്നുള്ളത്. ലെന എന്ന പേരിന്റെ കൂടെ ഒരു എ കൂട്ടിച്ചേർത്തായിരുന്നു ലെന പേരിൽ മാറ്റം വരുത്തിയത്. 2022 ജനുവരി 15 തന്റെ പേര് മാറ്റം വരുത്തിയത്. ലെന ഇൻസ്റ്റഗ്രാമിലൂടെ ഈ കാര്യം എല്ലാവരെയും അറിയിക്കുകയും തന്നെ ആശംസ അറിയിക്കാനും മറക്കരുതെന്ന് പറയുകയും ചെയ്തു. ജൂവിഷ് ന്യൂമറോളജി അനുസരിച്ചാണ് ലെന തന്റെ പേരിൽ മാറ്റം വരുത്തിയത്. അതിന്റെ കാരണം ഇതാണ്: തന്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയം ഇനി വരാൻ പോവുകയാണ്. ഒരുപാട് പ്രധാനപ്പെട്ട റോളുകളും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത് ഈ സമയത്തായതുകൊണ്ടാണ് ലെന തന്റെ പേരിൽ ഒരു മാറ്റം വരുത്തിയത്. പേര് മാറ്റിയതിനു ശേഷമുള്ള ലെനയുടെ സിനിമകളെല്ലാം ഗംഭീരമായിരുന്നു. ഭീഷ്മപർവം, ആർട്ടിക്കിൾ 21, ആടുജീവിതമല്ല. അതോടൊപ്പം ലെന ആദ്യമായി സംവിധായിക ആകാൻ പോകുന്നത് തന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് കരിയറിന്റെ 2ാം പകുതിയിൽ ഉയർച്ച കിട്ടുന്നതിന് വേണ്ടി ന്യൂമറോളജി ഒരു ശാസ്ത്രമെന്ന രീതിയിൽ വിശ്വസിക്കുന്ന ലെന പേരിൽ മാറ്റം വരുത്തി ഇങ്ങനൊരു തീരുമാനമെടുത്തത്. പ്രഭാസ്. ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സ്റ്റാർ വാല്യൂ ഉള്ള നടന്മാരിൽ ഒരാളാണ് പ്രഭാസ്. 2015 പുറത്തിറങ്ങിയ ബാഹുബലി എന്ന സിനിമ പ്രഭാസിന്റെ കരിയർ ആകെ മുഴുവൻ മാറ്റിമറിച്ചു. റിബൽ സ്റ്റാർ ആയിരുന്ന പ്രഭാസ് ഒറ്റ സിനിമ കൊണ്ടാണ് പാൻ ഇന്ത്യൻ സ്റ്റാർ പ്രഭാസായി മാറിയത്. ആ പേരിപ്പോൾ പ്രഭാസിന് ഒരു ചുമട് തന്നെയാണ്. കാരണം ബാഹുബലിയുടെ വലിയ വിജയത്തിന് ശേഷം പുറത്തിറങ്ങിയ പ്രഭാസിന്റെ എല്ലാ സിനിമകളും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. സാഹോ, രാധേശ്യാം, ആദിപുരുഷ് ഇവയെല്ലാം സമയമെടുത്ത് ചെയ്തതാണെങ്കിൽ പോലും ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട സിനിമയാണ്. അവസാനം പുറത്തിറങ്ങിയ സലാർ വിജയിച്ചെങ്കിൽ പോലും ചില പ്രേക്ഷകർക്ക് അതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ വലിയ ബിഗ് ബജറ്റ് സിനിമകളിൽ അഭിനയിക്കുന്ന പ്രഭാസിന് തുടരെ ഹിറ്റുകൾ കൊടുക്കാൻ കഴിയാത്തത് മൂലം സംഖ്യാ ജ്യോതിഷ പ്രകാരമുള്ള ഉപദേശം സ്വീകരിച്ച പ്രഭാസ് തന്റെ പേരിൽ ചെറിയൊരു മാറ്റം വരുത്തി. പ്രഭാസ് എന്ന പേരിനോട് കൂടി ഒരു എസ് അദ്ദേഹം കൂട്ടിച്ചേർത്ത് പ്രഭാസ് എന്നാക്കി. പ്രഭാസിന്റെ പുറത്തിറങ്ങാൻ പോകുന്ന പുതിയ സിനിമയായ രാജാ സാബിന്റെ പോസ്റ്ററിലാണ് ഈ ഒരു മാറ്റം കാണുന്നത്. രാജാ സാബ് ഒരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. സ്ഥിരമായ ആക്ഷൻ മൂവി ഫോർമുല മാറ്റിവെച്ചിട്ട് പ്രഭാസ് ചെയ്യുന്ന ഒരു സിനിമയാണ് രാജാ സാബ്. അതുകൊണ്ട് തന്നെ സംഖ്യാ ജ്യോതിഷ പ്രകാരമുള്ള പേരിലെ മാറ്റം പ്രഭാസിന്റെ ഇനി അങ്ങോട്ടുള്ള വലിയ സിനിമകൾക്ക് ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. റോമ. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ ചോക്ലേറ്റ് നായികയായിരുന്നു റോമ. 2005 തെലുങ്ക് സിനിമയിലൂടെയാണ് വന്നതെങ്കിൽ പോലും 2006 പുറത്തിറങ്ങിയ നോട്ട്ബുക്കാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ. 2006 മുതൽ 2011 വരെയുള്ള 5 വർഷങ്ങളായിരുന്നു റോമയുടെ കരിയറിന്റെ പീക്ക് ടൈം. എന്നാൽ പിന്നീട് 2012 മുതൽ 15 വരെയുള്ള 3 വർഷങ്ങളിലായി റോമ സൈഡ് റോളുകളിലേക്ക് ഒതുങ്ങിപ്പോയി. പിന്നീട് 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം 2017 സത്യ എന്ന സിനിമയിലൂടെയാണ് റോമ മലയാളത്തിലേക്ക് തിരിച്ചു വന്നത്.
പക്ഷേ അതൊന്നും വലിയ വിജയമായിരുന്നില്ല. തൻ്റെ കരിയറിലെ വലിയ പരാജയത്തിന് ശേഷം 3 വർഷത്തോളം റോമ ന്യൂമറോളജി, വാസ്തു, ജ്യോതിഷം തുടങ്ങിയവ പഠിക്കുകയും ഒരുപാട് ഗുരുക്കന്മാരെ കാണുകയും തൻ്റെ കരിയർ ഗ്രോത്തിന് വേണ്ടി ന്യൂമറോളജി പ്രകാരം തൻ്റെ പേരിൽ ഒരു മാറ്റം വരുത്തുകയും ചെയ്തു. റോമ എന്ന പേരിൻ്റെ കൂടെ എച്ച് എന്ന ആൽഫബറ്റ് കൂട്ടിച്ചേർത്താണ് റോമ പേര് മാറ്റിയത്. സംഖ്യാശാസ്ത്ര പ്രകാരം എച്ച് എന്ന ആൽഫബറ്റ് പവർ, അംബീഷൻ, അതോറിറ്റി, അച്ചീവ്മെൻറ്റ്, ഡിറ്റർമിനേഷൻ, സ്ട്രോങ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തൻ്റെ കരിയർ ഗ്രോത്തിന് വേണ്ടിയാണ് എച്ച് എന്ന ആൽഫബറ്റ് റോമ തൻ്റെ പേരിൻ്റെ കൂടെ ചേർത്തത്. അങ്ങനെ 2017 ശേഷം 5 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് 2022 പുറത്തിറങ്ങിയ വെള്ളയപ്പം എന്ന സിനിമയിലൂടെയാണ് റോമ മലയാളത്തിലേക്ക് വന്നത്. എന്ന് തന്നെയായിരുന്നാലും ശരി, റോമ ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അജയ് ദേവ്ഗൺ. ബോളിവുഡിലെ സീനിയർ നടനും സംവിധായകനുമാണ് അജയ് ദേവ്ഗൺ. ഒരുപാട് വലിയ കോമ്പറ്റീഷനുള്ള ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ വ്യത്യസ്ത സിനിമകൾ ചെയ്ത് തൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിച്ച് അതിൽ കരിയർ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അജയ് ദേവ്ഗൺ സംഖ്യാശാസ്ത്ര പ്രകാരം തൻ്റെ പേരിൽ ഒരു വലിയ മാറ്റം വരുത്തുന്നു. 2009 ഓഗസ്റ്റിലാണ് അദ്ദേഹം തൻ്റെ പേരിൽ ഒരു മാറ്റം വരുത്തിയത്. ന്യൂമറോളജി അനുസരിച്ച് ദേവ്ഗൺ എന്ന തൻ്റെ പേരിലെ എ എന്ന അക്ഷരം അദ്ദേഹം ഒഴിവാക്കുകയാണ് ചെയ്തത്. 2010 പുറത്തിറങ്ങിയ തീൻ പതി എന്ന സിനിമയിലാണ് അവസാനമായി തൻ്റെ യഥാർത്ഥ പേര് കാണപ്പെട്ടത്. അതിനുശേഷമുള്ള സിനിമയായ അതിഥി തും കബ് ജാവോഗെ മുതലാണ് അദ്ദേഹം തൻ്റെ പേരിൽ നിന്നും എ എന്ന ആൽഫബറ്റ് എടുത്തു മാറ്റിയത്. പിന്നീട് അദ്ദേഹത്തിന് നല്ല കാലമായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ രാജ്നീതി, ഗോൽമാൽ സീരീസ്, സിംഗം സീരീസ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ, സൺ ഓഫ് സർദാർ തുടങ്ങിയ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. തൻ്റെ പേരിൽ നിന്നും എ എന്ന അക്ഷരം എടുത്തു കളഞ്ഞതുകൊണ്ട് പേര് വിളിക്കുമ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. രാജ്കുമാർ റാവു. നിലവിൽ ബോളിവുഡിലെ ഏറ്റവും മികച്ച യുവനടന്മാരിൽ ഒരാളാണ് രാജ്കുമാർ റാവു. 2010 കരിയർ തുടങ്ങി 2013 പുറത്തിറങ്ങിയ കൈ പോച്ചെ വരെ അദ്ദേഹത്തിൻ്റെ പേര് രാജ്കുമാർ എന്നായിരുന്നു. എന്നാൽ 2013 പുറത്തിറങ്ങിയ ബോയ്സ് തോ ബോയ്സ് ഹേൻ എന്ന സിനിമ മുതൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ചെറിയ മാറ്റം വരുത്തി. രാജ്കുമാർ എന്ന പേരിൽ ഒരു എം അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയിൽ വന്ന അദ്ദേഹത്തിന് നല്ലൊരു കരിയർ ലഭിക്കുന്നതിന് വേണ്ടിയാണ് സംഖ്യാശാസ്ത്ര പ്രകാരം അദ്ദേഹം പേരിൽ മാറ്റം വരുത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിന് വന്ന സിനിമകളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. 2013 ശേഷം അദ്ദേഹത്തിന് വന്ന സക്സസും ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്ന വെറൈറ്റി സിനിമകളും വരാൻ കാരണം താൻ പേരിൽ വരുത്തിയ മാറ്റമാണെന്നാണ് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നൊരു കാര്യം, സംഖ്യാശാസ്ത്രം ഉപയോഗിച്ച് നോക്കുന്നതിന് ഒരു മതത്തിൻ്റെയും ആവശ്യമില്ല. ജീവിതത്തിൽ സക്സസ് ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി ആർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരുപാട് കോമ്പറ്റീഷനുള്ള സിനിമാ മേഖലയിലെ പല ആളുകളും സംഖ്യാശാസ്ത്ര പ്രകാരം അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇത് സക്സസ് ആയി വരാറുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റ് വ്യക്തികളുടെ പേരുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.